കഴിഞ്ഞ നാൾ ഞാൻ ജാതിക്ക പറക്കാൻ പോകുന്നതിന് വീഡിയോ ഇട്ടപ്പോൾ കുറച്ച് പേരൊക്കെ ചോദിച്ചായിരുന്നു, അയ്യോ പറമ്പൊന്ന് കാണിച്ചു തരാമോ, നല്ല രസമുണ്ടല്ലോ എന്നൊക്കെ. എന്തായാലും നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതിന് മുന്നേ രാവിലെ തന്നെ ഇവർക്ക് ഒന്ന് പരിഗണനയിൽ വെച്ചിട്ട് വേണേ നമുക്ക് പോകാൻ പറ്റുള്ളേ. പിന്നെ ഞാൻ പ്രാവൂട്ടന്മാർക്കും കിളിക്കുട്ടന്മാർക്കും ഒക്കെ തീറ്റ കൊടുക്കലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ 20 ദിവസം മുമ്പേ നമ്മൾ ആ റോസ കിട്ടിയില്ലേ, അതിൻ്റെ മുട്ട കേട്ടോ ഇപ്പം കാണുന്നത്. അത്യാവശ്യം വലുപ്പമായി കേട്ടോ. എന്തായാലും ഞാൻ ആ ബഡ് റോസയൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, വെയിലത്തേക്ക് ഒന്ന് ഇറങ്ങി പുതിയതായിട്ട് കുറേ കിളിപ്പൊക്കെ വരട്ടെ എന്ന് ഓർത്ത് അതങ്ങനെ കോല് പോലെ മാത്രം നിൽക്കുക. കാരണം മദ്രസ ആയതുകൊണ്ട് പെരുമഴ ഇവിടെ ഇച്ചിരി കൂടുതലാണെന്ന് പറഞ്ഞാലല്ലോ, അതുകൊണ്ട് തന്നെ ഞാൻ സൈഡിൽ നിന്ന് മാറ്റി ഈ സൈഡ് വശത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ. ഇതിൻ്റെ പേരറിയാവോ? അങ്ങനെ അവരുടെയൊക്കെ കാര്യം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേന് രാവിലെ തന്നെ ഇറങ്ങി. കാരണം വെയിലും വെട്ടമൊക്കെ ഉണ്ടായതുകൊണ്ട് വെയിലത്തേക്ക് ഇറക്കി വെക്കുവാണെങ്കിൽ ജാതിപത്രി ഉണങ്ങി കിട്ടാൻ എളുപ്പമുണ്ടല്ലോ. ഈ വെള്ളം നമ്മുടെ കുടിക്കുന്ന വെള്ളമാണ്, നല്ല കുഞ്ഞ് ഉറവേന്ന് കിട്ടുന്നതായതുകൊണ്ട് തന്നെ നല്ല തണുപ്പുമുണ്ട്. ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒട്ടും കുറവില്ല. പച്ചവെള്ളത്തിന് ടേസ്റ്റ് ഒന്നും നിൽക്കും, പക്ഷേ ടേസ്റ്റ് ഉണ്ട് കേട്ടോ. എന്തായാലും രാവിലെ ജാതിക്ക പറക്കാനുള്ളതൊക്കെ അങ്ങ് പിറക്കി കഴിഞ്ഞേക്കുകയാണെങ്കിൽ ആ പണി അങ്ങ് തീരുകയും ചെയ്യുമല്ലോ. തീരാൻ പോവുക എന്നാലും വേണ്ടില്ല. പിന്നെ മഴയൊക്കെ കൂടുതലായിട്ടാണെന്ന് അറിയത്തില്ല, തേങ്ങയൊക്കെ പൊഴിഞ്ഞ് വീഴുന്നുണ്ട്. എന്നാൽ പിന്നെ പച്ചത്തേങ്ങ രണ്ടെണ്ണം എടുക്കുവാണെങ്കിൽ അപ്പത്തിനെ അരച്ചിക്കാൻ എടുക്കുകയും ചെയ്യാമല്ലോ. ഇവന്മാരുടെ ഒച്ച എന്നൊക്കെ പറഞ്ഞാൽ കിളികൾ എല്ലാ തരവും ഉണ്ട് കേട്ടോ. ഏതൊക്കെ തരം ഉണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്ക് തന്നെ അറിയില്ല. പൊന്മാനടക്കം ഉണ്ട്. എല്ലാവരും കൂടി ഒച്ചയും ബഹളവും അങ്ങ് വെച്ചിട്ടുണ്ടല്ലോ, നമുക്ക് ചെവിയിലോട്ട് വന്ന് ഭയങ്കര അസ്വസ്ഥതയാകുന്ന രീതിയിൽ വരിക. അതിൻ്റെ ഇടയ്ക്ക് ഉറവേലയും പിന്നെ വെള്ളം ചാലായിട്ട് പോകുന്നതിൻ്റെ എല്ലാം കൂടി ആയിട്ട് ആകെ ഒരു ഒച്ചയും ബഹളവും എല്ലാം കൂടി ഉണ്ട് കേട്ടോ. ഞാൻ കുറച്ച് കാന്താരിയും കൂടി പറിക്കാനുണ്ടായിരുന്നേ, അന്ന് പറിച്ചതിൻ്റെ ബാക്കിയല്ല, അത് പറിച്ച് കംപ്ലീറ്റ് ആയായിരുന്നു. പിന്നെ എന്നാൽ പുതിയതായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ അതങ്ങ് പറിച്ചേക്കാന്ന് പറഞ്ഞാൽ ഇല്ലെങ്കിൽ പശുക്കുട്ടന്മാർ മൊത്തം പറിക്കൊണ്ട് പോകുന്നേ. മറ്റെല്ലാ കാന്താരിയേക്കാളും ടേസ്റ്റ് കൂടുതലാണെന്ന് എനിക്ക് തോന്നുന്നത് ഈ പച്ചക്കാന്താരിക്കായി. എന്തായാലും ഇത് അച്ചാറിടാനോ അല്ലെങ്കിലുണ്ടല്ലോ ഈ വിനാഗിരി എടുത്തിട്ട് അതുപോലെ ഉപ്പും കൂടിയും ചേർത്തേച്ച് ഭരണിക്കകത്ത് ഇട്ട് വെച്ചേച്ച് ഒരു 10 ദിവസം കഴിയുമ്പോൾ അത് എടുത്തു നോക്കിക്കേ, എന്നാ ടേസ്റ്റാണെന്നല്ലേ. ചോറിൻ്റെ കൂടെ നമുക്കിപ്പോൾ ഒരു നേരം കറി ഇല്ലാതിരിക്കുന്ന സമയത്താണെങ്കിൽ പോലും ഉണ്ടല്ലോ അത് കുറച്ചെടുത്ത് കൂട്ടിയാൽ നല്ല രുചിയാട്ടോ. അതിനാണെങ്കിൽ അധികം കഷ്ടപ്പാടില്ലതാരും. കാരണം ഒരു ഭരണിയിലേക്ക് ഇട്ട് കുറച്ച് വിനാഗിരിയും കുറച്ച് ഉപ്പും കൂടി ഒഴിച്ച് വെക്കുന്നതിൻ്റെ പാടല്ലേ ഉള്ളൂ. സോ ഇത് അച്ചാറാണെങ്കിൽ കുറച്ചുകൂടി ഏറെ കഷ്ടപ്പാടുണ്ട്. കാരണം അതിന് വെളുത്തുള്ളിയും കായവും അതുപോലെ ഇഞ്ചിയും എല്ലാ ഐറ്റംസും ഉണ്ടെങ്കിലേ ശരിയാവുള്ളൂ. അത് മാത്രമല്ല കാന്താരി അത്യാവശ്യം നല്ല മൂത്ത് വന്നേച്ചിട്ട് ഈ നല്ലെണ്ണയിലേ ഒഴിച്ചിട്ട് മൂത്ത് വന്നേച്ചിട്ട് ഉണ്ടാക്കിയാലേ കാന്താരി അച്ചാറിന് നല്ലൊരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. കുറേ നാൾ നിൽക്കുകയും ചെയ്യും കേട്ടോ. അതേ ഉള്ളി ലേഡീസിനോട് മാത്രമുള്ളതാണ്. ഇതുപോലെ തേങ്ങ പൊതിച്ച് ഇതുപോലെ പൊട്ടിക്കാൻ അറിയാവുന്ന എത്ര പേരുണ്ടെന്ന് കമൻറ്റ് ചെയ്യണേ.